നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കോലാപ്പൂരിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കുറച്ചധികം വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങണ പോലെ തന്നെ. അപ്പോൾ ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് തരാം. ഓക്കെ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കോളിഫ്ലവർ, ബീൻസ്, സവാള, മല്ലിയില, ക്യാരറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പട്ട, ഗ്രാമ്പു, തക്കോലം, മല്ലിക്കുരു, ബേ ലീവ്സ്, ഏലക്ക, കുരുമുളക്, ജീരകം. നമുക്കൊരു പാനിലേക്ക് വെള്ളം ചൂടാക്കി ഉപ്പിട്ട് ഇതിൽ കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ് ഇത് വേവിച്ചെടുക്കാം. വല്ലാണ്ട് ഉടഞ്ഞൊന്നും പോരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ അതേസമയം നമുക്ക് മറ്റൊരു പാനിൽ നമ്മുടെ ഈ മസാലക്കൂട്ടുകളൊക്കെ വറുത്തെടുക്കാം. വറുത്ത് ഇത് പാകമായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ കളർ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടിച്ച വറ്റൽമുളക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അതേ പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് സവാള ചേർത്ത്, സവാള ഒന്ന് മൂപ്പായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയ്ക്ക്. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെന്ത് വെച്ച നമ്മുടെ ക്യാരറ്റ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ബീൻസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അരപ്പ്, തേങ്ങയൊക്കെ ചേർത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതേസമയം നമുക്ക് മിക്സിയുടെ ജാറിൽ തക്കാളി, അതുപോലെ തന്നെ കാഷ്നട്ട് അരച്ചെടുത്ത് ആ അരപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഏറ്റവും അവസാനമാണ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അവസാനം മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം.